തീരുമാനം ഈ മോദിനെ ഇറക്കി തരണം. ഈ മോദി വന്ന നാശകോട്ട ഇവിടെ കൊല്ലും കൊലകളെല്ലാം നടന്നിരിക്കണം. അപ്പൊ അത് ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല. ഈ കഞ്ചാക്കാരന്മാരെ പിടിച്ച് ജയിലാക്കണം. ഈ നാട്ടിൽ ഇനി ഇറക്കരുത്. ഇതാണ് നമ്മുടെ തീരുമാനം. വന്നാലും അങ്ങനെ തന്നെ, കൗൺസിലർ വന്നാലും അങ്ങനെ തന്നെ. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പൊ മീനിന്റെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞത്തുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അമ്മച്ചി, തെരഞ്ഞെടുപ്പായല്ലോ, എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് ജയിച്ചു കിട്ടണം. ആണോ? ധൈര്യമായിട്ട് BJP ജയിച്ചാലോ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലോ ഇവിടെ ഒന്നും നടക്കില്ല. കോൺഗ്രസ് ജയിക്കണം. ഏത് പാർട്ടി വന്നാലും അവരവരെ കുടുംബത്തിന് വേണ്ടിയാണ് അവരവർ ചെയ്യുന്നത്. മറ്റു ജനങ്ങൾക്ക് വേണ്ടി ഒന്നും അവർ ചെയ്യൂല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊന്നും സംസാരിക്കാൻ നിൽക്കാത്തത്. ഇപ്പം ഞാൻ വരികയാണെങ്കിൽ എൻ്റെ കുടുംബമാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് ആനുകൂല്യം വന്നാലും എന്ത് വന്നാലും ഒരു ജോലിപരമായിട്ട് പഠിച്ചിട്ട് മക്കൾ വീട്ടിലിരിക്കുന്ന മക്കൾക്ക് പോലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കഴിവില്ല. വരുന്ന കൗൺസിലർ ആവട്ടെ, MLA ആവട്ടെ, ആരാവട്ടെ, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർ അടുക്കളയുടെ അകത്താണ് ഇരിക്കുന്നത്. ഈ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും അവനവൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ അവനവന് ജോലി. MLA വന്നാലും അങ്ങനെ തന്നെ, കൗൺസിലർ വന്നാലും അങ്ങനെ തന്നെ. കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നം തന്നെ. ആര് വന്നാലും പറയുമോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇത്ര വർഷമായി നമ്മുടെ കുടിവെള്ളം ഇവിടെ ഇല്ലാതെ. ഞങ്ങൾ 8 രൂപ എടുത്ത് വാങ്ങിച്ചാണ് വണ്ടി ലോറിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഒരു ദിവസം കഴിഞ്ഞാൽ അതിനെ കളയണം, പുളുവരിക്കാതെ വെള്ളം. അന്ന് തന്നെ അത് കൊള്ളാം. അത് മന്ത്രിയെല്ലാം വന്ന്, കോൺഗ്രസ് വന്ന്, കമ്മ്യൂണിസ്റ്റ് വന്ന്, എല്ലാവരും വന്ന് പറഞ്ഞവരെല്ലാം പറയും നിങ്ങൾക്ക് തരാമെന്ന് പറയും. ജയിച്ചു പോയിട്ട് പിന്നെ അവരെ കാര്യം അവർ നോക്കണം, നമ്മളെ കാര്യം നമ്മൾ. ഞങ്ങളൊരു 9 പേര് തിരുപോലെ ഫിഷറീസിൻ്റെ വസ്തു പിടിച്ച് 1/2 സെൻറ്റ് 3/4 സെൻറ്റ് വസ്തു പിടിച്ച് വരെ കൂര വെച്ച് താമസിക്കണം. 25 വർഷമായി. ഒരു പട്ടയത്തിന് വേണ്ടിയിട്ട്, ഒരു കൈവശ രേഖയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കലക്ടർ ഓഫീസ് വരെ, ഈ താലൂക്ക് ഓഫീസിൽ, വില്ലേജിൽ, ഇവിടെ കോർപ്പറേഷനിലൊക്കെ കയറി ഇറങ്ങാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു 10, 15, 20 വർഷം കൊണ്ട് ഞങ്ങൾ 5 വർഷത്തോളം ഒന്നിനും പോയില്ല. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിറങ്ങിപ്പോയി. ഇന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റോ കോർപ്പറേഷനോ ഒരു വീട്ടു നമ്പർ പോലും തരും. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഞങ്ങളുടെ തീരുമാനം ഈ മോദിനെ ഇറക്കി തരണം. ഈ മോദി വന്ന നാശകോട്ട ഇവിടെ കൊല്ലും കൊലകളെല്ലാം നടന്നിരിക്കണം. അപ്പൊ അത് ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല. ഈ കഞ്ചാക്കാരന്മാരെ പിടിച്ച് ജയിലാക്കണം. ഈ നാട്ടിൽ ഇനി ഇറക്കരുത്. ഇതാണ് നമ്മുടെ തീരുമാനം. പ്രവർത്തനങ്ങൾ നടന്നിരിക്കണം. ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റൂല. ആ കാര്യങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെയൊക്കെ എല്ലാ ജനങ്ങളും പറയണ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കുമെന്നൊക്കെ ഇവിടെ പറയണം. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ പ്രശ്നം തന്നെ, എപ്പോഴും പ്രശ്നം. ഇവിടെ നമ്മളിപ്പം മൊത്തം കടലിൽ മീൻ മൊത്തം കിട്ടുന്നില്ല. മീനിലെ എണ്ണയുടെ നമുക്ക് പ്രധാന എണ്ണയാണ് വേണ്ടത്. എണ്ണയ്ക്ക് വില 100, 120, 110 രൂപ നമുക്ക് എണ്ണ. അത് ആർക്കെങ്കിലും നമ്മളെ പിള്ളേർക്ക് വോട്ട് ചെയ്യും. വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് കിടക്കണം. ഒരു പാർട്ടി ജയിച്ച് ഒരുത്തരും നോക്കിയില്ല. ഇവിടെ അങ്ങനെയാണ് കിടക്കുന്നത്. ആര് ജയിച്ചാലും അവരുടെ കുടുംബവും അവരുടെ ഇതും തന്നെ. അവരുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകും. നമ്മളാരും നോക്കാനില്ല. അവരെ കാല് പിടിക്കാൻ പോയാലും അതൊന്നും നമുക്ക് കിട്ടത്തില്ല. പ്രശ്നങ്ങളൊക്കെ ഒന്നും അവർ എടുക്കുകയൊക്കെ ഒന്നും ചെയ്യുന്നില്ല. തീരങ്ങളൊക്കെ എല്ലാം ഭയങ്കരമായിട്ടൊക്കെ കിടന്ന് തിരിഞ്ഞൊക്കെ നോക്കുന്നില്ല. അവരുടെ കാര്യം തീർന്ന് അവർ പോകുന്നു. അത് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മാത്രം തന്നെ അവർ വീട്ടിലേക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ എന്തൊരു ലാഭവും നഷ്ടവും നോക്കാൻ വേണ്ടി അങ്ങനെ ആരും വരില്ല. ഭരണമാറ്റം ഉണ്ടാവും തോന്നുന്നു. ഉണ്ടാവും. 5 കൈ മക്കൾ എല്ലാം തിരിയും. 5 കൈ അത് വോട്ടാണ്. കൈ ചിഹ്നം വോട്ട്. അപ്പം നമ്മൾ വോട്ട് ഇടണമെങ്കിൽ വോട്ടിടാം. വോട്ടിട്ട് മക്കൾ എങ്ങനെ നല്ല മാറി അവർ നമ്മളെ മക്കളെ നല്ല മാറി പാക്കണം. ഇതിനു മുമ്പേയൊക്കെ ജയിച്ചവരാരും വന്നിട്ടില്ല. ഇപ്പം ജയിച്ചതിൽ ഈ കമ്മ്യൂണിസ്റ്റിന് ഇടത് പാർട്ടി പനിയുടെ മാത്രം ഓരോ ആവശ്യങ്ങൾ നടത്തി തരണത് തന്നെ, അല്ലാതെ ഒരു ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയില്ല. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ല. ആര് ജയിച്ചാലും നമുക്ക് നേട്ടം ജനങ്ങൾക്ക് ഉണ്ടാവില്ല. പൈസ കൊടുത്താൽ ലോറി വാങ്ങി കുടിക്കുന്നു. ഈ 2 പാർട്ടികൾ വരുന്നത് 5 വർഷം ഇവർ ഭരിക്കുന്നു, 5 വർഷം അവർ ഭരിക്കുന്നു. എന്തായാലും നാട്ടിലേക്ക് ഒരു നന്മ അവർ ചെയ്യുന്നില്ല. മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലങ്ങളായി മാറാത്ത തങ്ങളുടെ പ്രശ്നങ്ങളാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.